D, what's up, man? How you doing? We got the D. ഇന്നലെ യൂറോപ്യൻ ഫുട്ബോളിലെ കലാശക്കൊട്ടായിരുന്നു ഇന്റർ മിലാനും PSG-യും ഏറ്റുമുട്ടിയ വാശിയേറിയ മത്സരത്തിനൊടുവിൽ 40 വർഷത്തോളം കാത്തിരുന്ന കാത്തിരിപ്പിനൊടുവിൽ PSG ആ കിരീടത്തിൽ മുത്തമണിഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായൊരു നിമിഷം എന്നുള്ളത്, ഐ എം എ മുസ്ലിം, ഞാനൊരു ഇസ്ലാം മത വിശ്വാസി എന്ന നിലയ്ക്ക് ബോക്സിംഗ് താരം ഹബീബ് പല സെലിബ്രിറ്റീസുമായിട്ട്, ഐഷസ്പീരുണ്ട്, പലരുമുണ്ട്, ടിയാൻ ഹെൻറി ഉണ്ട്, പലരുമായിട്ട് കൈ കൊടുക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അദ്ദേഹത്തിന് കൈ നീട്ടിയപ്പോൾ അദ്ദേഹം കൈ കൊടുക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. പലതവണയും തൻ്റെ മതത്തിൻ്റെ ആശയം അല്ലെങ്കിൽ താൻ ആരാണെന്ന് പൊതുവായിട്ട് പബ്ലിക്കിൽ വെച്ചിട്ട് തന്നെ ഹബീബ് പലവട്ടവും സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയുന്നൊരു വ്യക്തിയാണ്. ഓരോ മതങ്ങൾക്കും ആ മതങ്ങളുടെ നിയമങ്ങളും റൂൾസുകളും ചിട്ടങ്ങളും ഉണ്ടായിരിക്കും. ഹിന്ദു ആകുമ്പോൾ ഹിന്ദു മതത്തിൻ്റെ നിയമങ്ങളുണ്ടാവും, മുസ്ലിം ആകുമ്പോൾ ഇസ്ലാം മത വിശ്വാസത്തിൻ്റെ നിയമങ്ങളുണ്ടായിരിക്കും, ക്രൈസ്തവനാകുമ്പോൾ ക്രൈസ്തവ മതത്തിൻ്റെ നിയമങ്ങളുണ്ടാവും. ഒരു മുസ്ലിം മതവിശ്വാസിയാണെങ്കിൽ ഒരു പുരുഷൻ അന്യ സ്ത്രീയോട് ഇൻട്രാക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു സ്ത്രീ അന്യ പുരുഷനോട് ഇൻട്രാക്ട് ചെയ്യുന്നതും വിലക്കിയ ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഹബീബിൻ്റെ ഒരു വാക്കുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മതത്തെക്കുറിച്ച് മറ്റു മതസ്ഥർ മനസ്സിലാക്കിയെടുക്കുക. നമ്മുടെ മതത്തിലുള്ള നിയമങ്ങളോ അതല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നു ഇതൊരിക്കലും മറ്റു മതസ്ഥർ വായിക്കാനോ പഠിക്കാനോ തയ്യാറാവുകയില്ല. മറിച്ച് ഒരു മുസ്ലിം എങ്ങനെ നടക്കുന്നു അത് നോക്കിയിട്ടാണ് മറ്റു മതസ്ഥർ ഇസ്ലാം മതത്തെ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെയാണ് ഓരോ മതസ്ഥരും. ആ മതസ്ഥർ എന്ത് ചെയ്യുന്നു അത് വിലയിരുത്തിയിട്ടാണ് മറ്റുള്ള മതസ്ഥർ ആ മതത്തെ മനസ്സിലാക്കിയെടുക്കുക. അതുകൊണ്ട് ഒരുപാട് മതസ്ഥർക്കിടയിൽ നാം ജീവിക്കുമ്പോൾ നാം ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു വ്യക്തിത്വം കൊണ്ട് ഒരു മതത്തെ അവഹേളിക്കാനോ അല്ലെങ്കിൽ മോശമായിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ ചിത്രീകരിക്കാനോ ഉള്ള ഒരവസരവും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കൽ ഓരോരുത്തരുടെ മേലും കടമയാണ്. തിന്മകൾക്കോ അതല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾക്കോ നാം റോൾ മോഡൽസ് ആകുന്നതിന് പകരം നമ്മെ കണ്ട് ഒരു നന്മയെങ്കിലും സമൂഹത്തിൽ ഒരാളെങ്കിലും ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്.